737 ദിവസമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാലയളവല്ല. അത്രയും കാലം ഉറ്റവരെയോ ഉടയവരെയോ കാണാതെ ഇരുട്ടറയിൽ തടവറയിൽ കഴിയുന്ന കാര്യം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ തടവറയിൽ കഴിഞ്ഞ് ജീവനോടെ പുറം ലോകം കാണുന്നവരുടെ മാനസികാവസ്ഥ, ആ സന്തോഷം എത്രത്തോളമാകും? ഹമാസിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 20 ബന്ദികളും ഇന്ന് സ്വന്തം നാട്ടിലെത്തി. ഉറ്റവരെയും ഉടയവരെയും കണ്ടു. 2023 ഒക്ടോബർ 7 മുതൽ ഹമാസ് തടവിലാക്കിയ മുഴുവൻ ഇസ്രയേലി ബന്ദികളെയും ഇന്ന് ഹമാസ് മോചിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ ഉടമ്പടി അനുസരിച്ചാണ് ബന്ദിമോചനം സാധ്യമായത്. മോചിതരായി എത്തുന്ന ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ വൻ സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നു. ബന്ദികളിൽ ജീവനോടെ ശേഷിക്കുന്നവരാണ് മോചിതരായിട്ടുള്ളത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുന്നത് വൈകിയേക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ തടവിലുള്ള പലസ്തീനി തടവുകാരെയും മോചിപ്പിക്കും. ഗാസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് 2 ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത്. ആദ്യം 7 ബന്ദികളെയും പിന്നീട് 13 പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറി. ഖാൻ യൂനിസ്, നെറ്റ്സരീം എന്നിവിടങ്ങളിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതർക്കാണ് ബന്ദികളെ കൈമാറിയത്. മോചിതരായവരെ റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി. ശേഷം മോചിതരായവരെ വൈദ്യപരിശോധനയ്ക്കായി റെയ്മിനടുത്തുള്ള ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസ നിവാസികളടക്കമുള്ള 2000-ഓളം പലസ്തീനുകളെ ഇസ്രായേലും വിട്ടയക്കും. ഇതിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 250 പലസ്തീൻ തടവുകാരെ ഉടനടി കൈമാറും. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 1950 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക. അതേസമയം ഹമാസിന്റെ തടവിലിരിക്കെ മരിച്ച 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിയേക്കുമെന്ന് സൂചനയുണ്ട്. മോചിതരായ ഇസ്രായേലികളുടെ ബന്ധുക്കൾ ടെൽ അവീവിൽ എത്തിയിരുന്നു. ബന്ദികൾ മോചിതരായതോടെ ഇസ്രായേലിൽ വൻ ആഹ്ലാദ പ്രകടനമാണ് നടന്നത്. മോചിതരായെത്തുന്ന ബന്ദികളെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ഇസ്രായേൽ ഭരണകൂടം ടെൽ അവീവിൽ ഒരുക്കിയിരുന്നു. ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും സമ്മാനങ്ങളുമായാണ് ബന്ദികളെ നെതന്യാഹുവും സംഘവും സ്വാഗതം ചെയ്തത്. ആ കുറിപ്പിൽ ഹൃദയം തൊട്ടടുത്ത ഭാഷയിൽ വൈകാരികമായി ഇങ്ങനെ കുറിച്ചിരുന്നു: ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇസ്രയേലിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹാശ്ലേഷങ്ങൾ. വസ്ത്രങ്ങൾ, വ്യക്തിഗത സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ് മുതലായവ അടങ്ങിയ സ്വാഗത പാക്കേജും ബന്ദികൾക്കായി ഇസ്രായേലി ഭരണകൂടം ഒരുക്കിവെച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കയറിയ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് 251 ബന്ദികളെ പിടികൂടി തടവിലാക്കിയത്. ഇതിൽ 48 പേരാണ് ശേഷിക്കുന്നത്. 20 പേർ ജീവനോടെയും 28 പേരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതിൽ ജീവനോടെയുള്ള ബന്ദികളെ വിട്ടയച്ചു. 251 പേരിൽ ശേഷിക്കുന്ന ബന്ദികളെ കഴിഞ്ഞ 2 തവണത്തെ വെടിനിർത്തലിലായി വിട്ടയച്ചിരുന്നു. ചിലർ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും പരസ്പരം വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നാണ് ബന്ദിമോചനം സാധ്യമായത്. കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറി തുടങ്ങിയിട്ടുമുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയിൽ ബന്ദിമോചനവും സൈനിക പിന്മാറ്റവും അടക്കമുള്ള സുപ്രധാന നിർദ്ദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും അംഗീകാരമായിട്ടുള്ളത്. ഹമാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കുന്നതടക്കമുള്ള കടുത്ത നിബന്ധനകളിലും ഗാസ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലും ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ സൈനിക നീക്കം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പലസ്തീന്റെ ഭരണം സ്വതന്ത്ര കമ്മിറ്റിക്ക് കൈമാറുന്നതിലും ഹമാസിന് എതിർപ്പുണ്ട്. തങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പോലും ഹമാസിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം 90% തകർക്കപ്പെട്ട ഗാസ പുനർനിർമ്മാണം സംബന്ധിച്ചും അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ ആവശ്യമാണ്.